സോ ഇതാണ് ആഡ്കോമിൻ്റെ ഷഫിൾ ഹെഡ്ഫോൺസ്. 1000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. ഇതൊരു വയർലെസ് ഹെഡ്ഫോൺ ആണ്. സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. പ്ലസ് ഇതിൻ്റെ ബോക്സിൻ്റെ ഒപ്പം എന്തൊക്കെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഒപ്പം വരുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് ആഡ്കോം ഷഫിൾ ഹെഡ്ഫോൺസിൻ്റെ പാക്കേജിങ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഷഫിൾ ഹെഡ്ഫോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്, സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ നോക്കുകയാണെങ്കിൽ വയർഡ് ആൻഡ് വയർലെസ് ഹെഡ്ഫോൺ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കിത് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. സോ അതുകൊണ്ട് തന്നെ ആഡ്കോമിൻ്റെ 1 ഇയർ വാറണ്ടി ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഹെഡ്ഫോൺസിന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഹെഡ്ഫോൺസ് ആണ്. ബ്ലാക്ക് കളറായിട്ടുള്ള ഹെഡ്ഫോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിടിക്കുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു ഓക്സ് കേബിൾ ആണ്. 3.5mm ഒരു ഓക്സ് കേബിൾ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു മൈക്രോ USB കേബിളും ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാറണ്ടി രജിസ്ട്രേഷൻ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഡ്കോമിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. 50% ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കാർഡും താങ്ക് യു എന്ന് എഴുതിയിട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസർ ഗൈഡാണ് കിട്ടുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. സ്പെസിഫിക്കേഷൻസും സ്പീക്കർ ക്വാളിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന് വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്കോമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടേ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആഡ്കോം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ആഡ്കോം ഷഫിൾ ഹെഡ്ഫോൺസിൻ്റെ ബോക്സിൻ്റെ ഒപ്പം ആഡ്കോം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കാം. ഇതിൽ നമുക്ക് ബട്ടൺസ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓരോ ബട്ടൺസ് നമുക്ക് നോക്കാം. മുകളിലായിട്ട് FM ആൻഡ് MP3 മോഡുള്ള ഒരു ബട്ടണാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ MP3 മോഡിലോട്ട് പോകും. അതോടൊപ്പം തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബിൽഡിൻ ആയിട്ട് തന്നെ FM മോഡ് വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FM മോഡിൽ ഇത് വർക്കാവും. താഴെ നോക്കുകയാണെങ്കിൽ നേരെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതൊരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഓക്കെ, അത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ 2 സൈഡിലായിട്ട് വോളിയം കൂട്ടാനും കുറക്കാനുള്ള ഒരു ബട്ടൺസ് ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ഇതിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ പൗസ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ് നൽകിയിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബട്ടൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സോ അത് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെഡ്ഫോൺ വയർഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. 3.5mm ഓക്സ് കേബിൾ ബോക്സിൻ്റെ ഒപ്പം തന്നെ ആഡ്കോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യമാണ്. ഒരു റെഡ് കളർ ആയിട്ടുള്ള കേബിളാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇതിൽ നമുക്ക് ചാർജിങ് കേബിൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ ഒപ്പം. അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ SD കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് SD കാർഡ് ഇട്ടുകൊണ്ടും പാട്ട് കേൾക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോഡിയാണ് നൽകിയിരിക്കുന്നത്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യാനാണെങ്കിലും കാണാനായാലും വളരെ രസമുണ്ട്, നല്ല രസമുണ്ട്. അതായത് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ലുക്കും അതോടൊപ്പം തന്നെ നല്ലൊരു ഫീലുമാണ് കിട്ടുന്നത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വെയിറ്റ് ഒന്നുമില്ല, നല്ല ഫോം ഫാക്ടറാണ്. നമുക്ക് ഇതുപോലെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ സ്മഡ്ജസ് ഒന്നും അങ്ങനെ എടുത്ത് കാണാൻ പറ്റത്തില്ല. നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ഫോൺസിന് നമുക്ക് ഇതുപോലെ ലെങ്ത് കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ മടക്കി യൂസ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. ലെങ്ത് നമുക്ക് 2 സൈഡിലും കൂട്ടാൻ പറ്റും. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെങ്ത്. സോ ലെങ്ത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾ പേടിക്കുന്ന കാര്യമായിരിക്കും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു അലൂമിനിയം ബിൽഡ് ക്വാളിറ്റി നൽകിയിട്ടുണ്ട്, കാണാൻ പറ്റും. അലൂമിനിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ബെൻഡായി കഴിഞ്ഞാൽ ഒന്നും പൊട്ടത്തില്ല. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, കാണാൻ പറ്റും. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടെ ഒക്കെ നമുക്ക് അലൂമിനിയമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം തന്നെ അലൂമിനിയമാണ്. 2 സൈഡിലും അലൂമിനിയം ഫ്രെയിം നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ആക്കിയിട്ടൊക്കെയാണുള്ളത്. സോ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ബിൽഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെവിയിൽ വെക്കുന്ന ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്താണ്. നമ്മളൊരു 2 മണിക്കൂർ ചെവിയിൽ വെച്ച് മൂവീസോ അല്ലെങ്കിൽ പാട്ടോ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ഫീലിംഗ് തന്നെ നൽകും. അതായത് നമുക്ക് ചെവി വേദനയോ അങ്ങനെ ഒന്നും എടുക്കത്തില്ല. വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കുഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ലെതർ ബിൽഡ് ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. സോ ഇത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ ഒരു കുഷൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ചിലതൊക്കെ ഇങ്ങനെ തൊലി ഇളന്ന് പോകാറുണ്ട്. സോ അങ്ങനെ ഇളന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഏകദേശം 2-3 ആഴ്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഇഷ്യൂസും ഇല്ല. സോ കുഷൻസ് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ തലയിൽ വെക്കുമ്പം ഇവിടെ നമുക്കൊരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള പോർഷനും നൽകിയിട്ടുണ്ട്. സോ അങ്ങനെ പെട്ടെന്ന് തെന്നി പോകത്തില്ല. സോ റബ്ബറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ
വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഹെഡ്ഫോൺസിൽ നമുക്ക് ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് വരുന്നത്. അത്യാവശ്യം ലേറ്റസ്റ്റ് ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് കണക്ടിവിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. 10 മീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് 10 മീറ്റേഴ്സ് പോയി കഴിഞ്ഞാലും കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. എനിക്കങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും എനിക്ക് പറയാനില്ല. വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണക്ടിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് 200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിരിക്കുന്നത്. 2 മണിക്കൂറാണ് ചാർജ് ചെയ്യേണ്ടത്. അതായത് നേരത്തെ കാണിച്ച ആ ഒരു പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് 2 മണിക്കൂർ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 മണിക്കൂർ യൂസ് ചെയ്യാം എന്നാണ് ആഡ്കോം പറയുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ഇതിൽ മൂവീസും പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ചാർജ് ഉണ്ട്, ഇത് ഓൺ ആകുന്നുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 5 hours അല്ലെങ്കിൽ 4.5 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. നോർമൽ ബേസിക് യൂസർ ആണെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. 200 mAh ബാറ്ററി കപ്പാസിറ്റി നൽകിയിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ്. 14mm സ്പീക്കേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ്, ഒരു രക്ഷയില്ല. 1000 രൂപയ്ക്ക് ആണെങ്കിൽ ശരിക്കും ബർത്ത് ആണ്. സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇതിൽ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മൂവീസ് കാണുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. അതായത് പുറത്തുള്ള ശബ്ദം നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഹെഡ്ഫോൺ പോലെ തന്നെ നമുക്ക് ആ ഒരു നോയ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലേറ്റൻസിയുടെ ഇഷ്യൂസ് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ലേറ്റൻസിയുടെ ഇഷ്യൂ വരുന്നുണ്ട്. അതല്ലാതെ പക്ഷേ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൂവീസോ പാട്ട് എന്ത് കേൾക്കുകയാണെങ്കിലും ലേറ്റൻസിയുടെ ഇഷ്യൂ വരത്തില്ല. വളരെ നല്ല കണക്ടിവിറ്റിയാണ് വരുന്നത്. ഇനി ഈ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ലേറ്റൻസിയുടെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെഡ്ഫോൺ ജാക്ക്, അതായത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് കുത്തിക്കൊണ്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും വിത്തൗട്ട് എനി ലേറ്റൻസി ഇഷ്യൂസ്. സോ ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി എനിക്ക് വളരെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 1000 രൂപയ്ക്ക് വളരെ നല്ല ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. മെയിൻലി ഇതിൻ്റെ ബേസ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രംസിൻ്റെ സൗണ്ട് ആയാലും നല്ല ബേസിൽ എടുത്ത് കേൾക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ട്രിബിളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആവറേജ് ലെവലായിട്ടുള്ള ട്രിബിളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിൻലി ബേസ് ആണ് ഇതിന് പറയാനുള്ളത്. അതായത് ഈ ഹെഡ്ഫോൺസിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ഒരു ഹെഡ്ഫോൺസിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള FM മോഡും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലൊരു മൈക്കും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള മൈക്ക് തന്നെ ആയിരിക്കും നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുന്നത്. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ളൊരു മൈക്ക് ആയിരിക്കും വർക്ക് ആവുന്നത്. ഇതിൻ്റെ താഴെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു മൈക്ക് കാണാൻ പറ്റും, ചെറിയൊരു ഹോളിൽ. അതിൻ്റെ അകത്താണ് മൈക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഞാനിപ്പം കാണിച്ചു തരാം. ഇതൊക്കെയാണ് എനിക്ക് ഒരു ഹെഡ്ഫോൺസിനെ കുറിച്ച് പറയാനുള്ളത്. മൈക്ക് ഇതിൻ്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുണ്ട്, FM മോഡുണ്ട്, എല്ലാ കാര്യങ്ങളും ഒരു ഓൾറൗണ്ട് ഹെഡ്ഫോൺ ആണെന്ന് പറയാം. വിത്ത് സൗണ്ട് ക്വാളിറ്റി ആയാലും വളരെ നല്ലതാണ്, ബിൽഡ് ക്വാളിറ്റിയും വളരെ നല്ലതാണ്. 1000 രൂപയ്ക്ക് ഇത് ശരിക്കും വെർത്താണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ആമസോണിലും 1000 രൂപ തന്നെയാണ് വരുന്നത്. 1000 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെർത്താണ്. ശരിക്കും ഞാൻ പറയാം, വെർത്ത് തന്നെയാണ്. ഇത് ആഡ്കോം എന്ന ബ്രാൻഡിന് നോക്കുമ്പം വിത്ത് നമുക്ക് 1 year വാറണ്ടിയും കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാനും പറ്റുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്. 1 year വാറണ്ടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഇത് വാങ്ങിക്കാവുന്നതാണ്. ആഡ്കോമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വർത്തിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വർത്തിറ്റ് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഒരു ജെന്യൂൻ റിവ്യൂ ആണ്. ഞാൻ ഇതിലൊന്നും പൊക്കി പറഞ്ഞിട്ടൊന്നുമില്ല, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണിത്. സോ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.